ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി. അത്യാവശ്യം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ഫെയിം ഉണ്ട്, അതൊക്കെ ചെയ്ത് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് പ്രോഗ്രാമും കാര്യങ്ങളുണ്ട്, ഞാൻ അത് ചെയ്ത് ഓണോ എനിക്ക് ഒരുപാട് പ്രോഗ്രാം വരുന്നുണ്ട്, അടുത്ത സീസൺ നോക്കാന്നൊക്കെ പറഞ്ഞു. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അഗൈൻ ബിഗ് ബോസ് ഇന്റർവ്യൂ തന്നെയാണ് നമ്മുടെ വിഷയം. വേറെ ആരുടെയും ഇന്റർവ്യൂ അല്ല നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യുന്നത് അനിമോളുടെയാണ്. അപ്പൊ അനിമോൾ കള്ളം പറഞ്ഞു. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച നടക്കുന്നത്. PR വിഷയം. PR ഖത്തർ രൂപ കൊടുത്തു, അത് കൊടുത്തില്ലയോ, അങ്ങനെ തുടങ്ങി കുറച്ച് സംസാരം ഇവിടെ നടപ്പുണ്ട്. നമുക്ക് അനിമോളോട് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ ദൈവത്തെ ഓർത്ത്, അനിമോൾ എന്തിന്റെ പേരിലാണ് നിങ്ങൾ കള്ളം പറയല്ലേ? തല പോകുന്ന കേസാണെങ്കിലും നമ്മുടെ തല വെട്ടി വെക്കുന്ന കേസാണെങ്കിലും കള്ളം പറയരുത് എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കള്ളം പറയാറില്ല. എനിക്ക് ഇഷ്ടമല്ല. അത് നമ്മുടെ തല പോകുമെന്ന കേസ് ആണെങ്കിൽ പോലും ഞാൻ പറയും, ഞാൻ പറഞ്ഞാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ അത് തന്റെ അടുത്തോടെ തന്നെ പറയും. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. അഥവാ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ തല വെട്ടി മാറ്റിയാൽ പോലും ഞാനത് ഏറ്റാനും പോത്തില്ല. അതാണ് എന്റെ നേച്ചർ. അപ്പം ഇവിടെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരു വ്യക്തിയാണ് അനിമോൾ. അപ്പം അനിമോൾ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതല്ല, നമുക്ക് അത്യാവശ്യം കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ പറയാനുള്ളത്, അനിമോൾ എന്തിന്റെ ബേസിലാണെങ്കിലും കുറെ അധികം കള്ളത്തരങ്ങൾ ഇവിടെ പറഞ്ഞായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്കൊരു മടിയില്ല, നമ്മളത് ജനങ്ങളുടെ മുന്നോട്ട് എത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് നിങ്ങൾ പറയുന്ന കള്ളം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും ജെന്യൂൻ അല്ല, അത് എന്താണ് ഒരു കള്ളത്തരമാണ് എന്നും ഫീൽ ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഒരു കാര്യം അറിയണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞു പോകാം. ഫസ്റ്റ് ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PR വിനു ആണെന്ന് അറിയാലോ, നമ്മുടെ അനിമോളുടെ PR വർക്ക് ചെയ്യുന്നത്. അപ്പൊ വിനുവിന് ഇവിടെ 1 ലക്ഷം രൂപയെ കൊടുത്തുള്ളൂ, ഇനി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ അനിമോള് അതേസമയം തന്നെ ഈ ഇന്റർവ്യൂല് മാറ്റി പറയുന്നുണ്ട്. ചേച്ചി ഞാൻ 50,000 രൂപയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്, ഇനി 50,000 രൂപയും കൂടെ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞു ഇനി 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തു, ഇനി ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇവിടെ വിനു ഒരു 11,000 രൂപയാണ് എനിക്ക് അനിമോൾ തന്നത്, അവള് കള്ളം പറയാണ്, എനിക്ക് 11,000 രൂപയെ തന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വിനു ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തിനാണ് ഈ PR ചെയ്യുന്ന അത്ര മോശമായ പണിയൊന്നുമില്ല, കൊടുത്തേക്ക് കൊടുത്തു, അതവിടെ കഴിഞ്ഞു. ആർക്കാണ് ഇപ്പൊ ചോദിക്കാന്? എനിക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിക്ക് ഞാൻ ഞങ്ങൾ തമ്മിലുള്ള ഡീലും പ്രകാരം 5-10 ലക്ഷം രൂപ കൊടുത്തു. അതിന് ഒട്ടും അത് നാട്ടുകാസൊന്നും അല്ല, ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങ് പറയണം. അതിന്റെ ഉരുണ്ട് കളിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്, 50,000 കൊടുത്തു, 50,000 അവൾ കള്ളം പറഞ്ഞു. അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കൃത്യമായിട്ട് ഇല്ല, ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ചെയ്യുന്നു. ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അനിമോൾ ആകെ തന്ന കാശാണ് കേട്ടോ പോകുന്നുണ്ട്. ഒരു ലക്ഷങ്ങളാണ് കണ്ടോ. ഇവിടെ വിനു കാണിക്കുന്ന 11,111 രൂപ. അതെന്താണ് ഈ 1111? അതൊരു ഏഞ്ചൽ നമ്പർ ഒക്കെ പോലെ ഉണ്ടല്ലോ, അതെന്താന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ രണ്ടും വിനു കള്ളത്തരത്തിന് കഞ്ഞി വെച്ച ആളായതുകൊണ്ട് ഇതൊക്കെ ഒരു നേരത്തെ വെൽ പ്ലാൻഡ്, അതായത് PR ലീക്കൗട്ടാവും, എമൗണ്ട് ലീക്കൗട്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാണോ എന്ന് അറിയത്തില്ല. നമുക്കറിയത്തില്ല, രണ്ടിനും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം എന്താണെന്ന് അറിയത്തില്ല. സ്റ്റിൽ എന്താണെങ്കിലും ഒരു 11,111 രൂപ ഒരു ഏഞ്ചൽ നമ്പർ പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. എന്താണെങ്കിലും പുറത്തു വന്നതിന് ശേഷം ഈ ഒരു ഡീലിങ്സിൽ ഇവര് തെറ്റിപ്പിരിയാതിരിക്കട്ടെ എന്നാണ് നമുക്കിപ്പോ പറയാനുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം പാലം കടക്കോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്ന പാടില്ലല്ലോ. അപ്പം തീർച്ചയായും ഒരുപാട് കാര്യങ്ങളിൽ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് PR വിനു. എന്ന് വെച്ചാൽ വിനു ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കൊച്ചു ഒരു 10-60 ദിവസം ആകുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ശരിക്കും നാറി ഇറങ്ങിപ്പോയിട്ട് മനുഷ്യരിട്ട് എടുത്തു വാരിയായിരുന്നെ. അതെല്ലാം ഹൈഡ് ചെയ്ത് ഈ അനുവിന്റെ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് പോസിറ്റീവ് കാര്യങ്ങൾ ഇറക്കി നല്ലൊരു എമൗണ്ട് തന്നെ ബിനുവിന് ഇതിനകത്ത് ചെലവായിട്ടുണ്ട്. കാരണം എഡിറ്റിംഗും കാര്യങ്ങളും പരിപാടിയൊക്കെ വരുമ്പോൾ നല്ല എമൗണ്ട് ആവും. അതൊരു പക്ഷെ ബിനു ചിലപ്പം സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് മുടക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് 10-15 ലക്ഷം രൂപ കൊടുത്തു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല.
കുറച്ച് അവരെ വീട്ടുകാരിൽ നിന്ന് 1, 2, 3 ഒക്കെ ആയിട്ട് ഗഡുക്കളായിട്ട് നമുക്ക് എഗ്രിമെന്റ് കാണും. അങ്ങനെ ഗഡുക്കളായിട്ട് ചിലപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം ഇവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പൊ 10 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം കൊടുത്തു എന്നൊക്കെ എങ്കിലും പറയാം. പക്ഷെ ഇതുപോലെ ഒരു വൈറ്റ് വാഷ് അടിക്കുന്ന ഒരു അത്ര നല്ലതല്ല അനു. കുറച്ചെങ്കിലും ഒക്കെ ആൾക്കാർ മണ്ടന്മാരൊന്നും അല്ലല്ലോ. അപ്പൊ നിനക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതുകൊണ്ട് ഉള്ളതുപോലെ പറഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ അതിനകത്ത് ഒരു 80% സത്യം പറയുകയാണെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, അല്ല ഞാൻ കണ്ടത്, നമ്മുടെ ടിഷ്യൂ പേപ്പറിലെ നമ്പർ, PR നമ്പർ എഴുതി കൊടുത്തു എന്ന് പറയുന്നല്ലോ, അവിടെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അവിടെയും അനുമോള് തീർച്ചയായും കള്ളം പറയുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അഞ്ജന നമ്പ്യാർ ചോദിച്ചപ്പോഴത്തേക്ക് അനു പറഞ്ഞ ഒരു ഉത്തരം കേട്ടു നോക്കാം. പറയുക ഞാന് നമ്പർ എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്ന് നമ്മുടെ അക്ബറിനെ ചെന്നിട്ട് കരിവാരി തേക്കണമെന്ന് പറയാൻ പറഞ്ഞു ഇട്ടു എന്ന് പറഞ്ഞു. 50,000 രൂപ കൊടുത്താൽ വോട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ. ആർക്ക് അതറിയില്ല, എപ്പിസോഡിൽ പോയതാണ്. ഞാൻ പറഞ്ഞു 50,000 പറഞ്ഞ വോട്ട് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു. അല്ല, PR-ന്റെ അടുത്ത് 50,000 രൂപ കൊടുത്താൽ അവര് 50,000 രൂപയ്ക്ക് വോട്ട് പറിച്ചു തരാം എന്ന് അതിലൂടെ പറഞ്ഞ ഒരു സംഭവമാണ് ഇവിടെ അഞ്ജന നമ്പ്യാർ ചോദിക്കുന്നത്. പക്ഷെ അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അവിടെ കൊടുത്തത് എന്റെ നമ്പറാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ബിഗ് ബോസിന്റെ അകത്ത് വെച്ച് ഇത് ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, തപ്പിയിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ ആഡ് ചെയ്ത് വെക്കാം. ബിഗ് ബോസ് അകത്ത് നിൽക്കുമ്പോൾ എന്റെ കരഞ്ഞോട് പറഞ്ഞു ഞാൻ എന്റെ ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത്. ഇപ്പൊ ഇതിനകത്ത് പറയുന്നത് ഇല്ല എന്റെ നമ്പറാണ് അവിടെയിലോട്ട് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ നമ്പർ ഒന്നും കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പൊ ഇവരെല്ലാം ഇൻസ്റ്റയിൽ പെറ്റി കിടക്കുന്ന ആൾക്കാരാ. അപ്പൊ തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൈമാറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പറയുന്നത് എന്തോ മേക്കപ്പോ ലിപ്റ്റിക്കോ അങ്ങനെ എന്താണ്ടൊക്കെ കൊണ്ടുവരാനാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിനോട് പറഞ്ഞാൽ മതി, അവര് വീട്ടിൽ അറിയിച്ചോളും. അപ്പൊ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ 50,000 രൂപ തന്നാൽ ഇന്ന വ്യക്തിയുടെ കയ്യിലോ ഇന്ന വ്യക്തിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് 50,000 രൂപയുടെ വോട്ട് മറിച്ച് തരുമെന്ന് ആദിലയോട് പറഞ്ഞു എന്ന് ആദില സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ സെയിം ലൈൻ കട്ടിനകത്ത് അഞ്ജന ആദിലെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ആദില അത് സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പൊളിയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിന്റെ കാര്യമാണ്. ഫുഡ് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം ഇഷ്ടംപോലെ കുക്കറി ഷോയിലൂടെ അനുമോളെ നമ്മൾ കണ്ടതാണ്. അതായത് MG ശ്രീകുമാർ ആ വീഡിയോ ഒക്കെ ഇപ്പൊ ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. MG ശ്രീകുമാരോട് പറയുന്നു എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, ഞാൻ പൊറോട്ട വരെ അടിക്കും. അപ്പം എന്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. ഒരു 100-200 പേർക്കുള്ള സദ്യ വിത്ത് പായസം അടക്കം ഞാൻ ഉണ്ടാക്കുന്നതാണ്. പലതരത്തിലുള്ള പായസം ഉണ്ടാക്കും. ഞാൻ ആൾക്കാരോട് വിൽപ്പനയ്ക്കും വെക്കാറുണ്ട്. എന്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് സദ്യ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. 200 പേരാണെങ്കിലും 300 പേർക്കാണെങ്കിലും എനിക്ക് സദ്യ ഉണ്ടാക്കുന്നത് യാതൊരു മടിയില്ല. എനിക്ക് അതിന്റെ അളവും കാര്യങ്ങളും എല്ലാം അറിയാം. ഞങ്ങളുടെ ഫാമിലി തന്നെ അങ്ങനെ ഒരു എല്ലാവരും നല്ല കുക്ക് ചെയ്യുന്നതാണ്. അപ്പം എന്റെ ഫാദറിലോ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വെക്കും. അപ്പം ഫാദറിലോടെ കൂടെ ഞാൻ ഇങ്ങനെ കയ്യാളായി നിന്ന് എനിക്കത് സംഭവം വശമായിട്ട് ഇപ്പം എനിക്ക് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അടിപൊളിയായിട്ട് എല്ലാവർക്കും അത്യാവശ്യം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ എത്രയും കുക്ക് ചെയ്യുമെങ്കിലും എനിക്ക് പൊറോട്ട അടിക്കാൻ അറിയത്തില്ല. അത്രയും പേർക്ക് സദ്യയൊക്കെ എനിക്ക് ഉണ്ടാക്കണം, ഓക്കെ എനിക്ക് അറിയാം. പൂരി ചപ്പാത്തി അതെല്ലാം അറിയാം. പക്ഷെ പൊറോട്ട മാത്രം എനിക്ക് അടിക്കാൻ അറിയത്തില്ല. പക്ഷെ എവിടെയാണ് നമ്മുടെ അനുമോള് പറയുന്നത് എനിക്ക് പൊറോട്ട വരെ അടിക്കാൻ അറിയാം, അപ്പം കുക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളത് വളരെ ഒരു എന്താ പറയുന്നത് കള്ളത്തരമല്ലേ? അതും ഒരു കള്ളത്തരം തന്നെയാണ്. ഇതൊക്കെ എനിക്ക് സ്ട്രാറ്റജിയാണ്, ഇതൊക്കെ എന്റെ ഒരു സ്ട്രാറ്റജിയാന്ന് പറഞ്ഞാൽ ഇത് ഗെയിം ഷോ അല്ലേ, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ വന്ന് കള്ളം പറയുമ്പോഴാണ് നമുക്ക് ദഹിക്കാതെ വരുന്നത്. എന്താണെങ്കിലും കപ്പടിച്ചു, ഇനി ഉള്ളത് പോലെ ഇല്ലാത്ത പോലും പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കാം. ഒന്നടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല, ഞാൻ കിച്ചണിൽ പോലും കയറില്ല. ഒരു പഠിച്ചിപ്പാറോ വീട്ടില് ഞാൻ എല്ലാം ഉണ്ടാക്കും. അപ്പൊ ഞങ്ങക്ക് ടേസ്റ്റ് ഇല്ലാത്തതാണ് ഉണ്ടാക്കി തരാം. വീട്ടില് പാചകമൊക്കെ ചെയ്യുമോ? അമ്മയെ സഹായിക്കുമോ? അമ്മയെ സഹായിക്കും. അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാ പോരെ. ചേച്ചി ഞാനുണ്ടല്ലോ. ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അനുമോൾ കള്ളത്തരം പറയത്തില്ല, ഞാൻ കൊച്ചു കള്ളങ്ങൾ ഒഴികെ ബാക്കി ഒരു കള്ളത്തരവും പറയത്തില്ല എന്നാണ് പറയുന്നത്. ഫസ്റ്റ് അപ്പോൾ നമുക്ക് ആര്യൻ ഗീസൽ വിഷയം തന്നെ അവിടെ ഒരു കള്ളത്തരം ആണ്, അനുമോളുടെ ഭാഗത്തുനിന്ന് വന്നൊരു കള്ളത്തരമാണ്. അപ്പൊ തന്നെ ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയാനാണ്. പിന്നെ എന്നെപ്പോലെ ഒരു വ്യക്തിയൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്ത ലാസ്റ്റ് മൊമെന്റിൽ അവളെ വളഞ്ഞിട്ട് കോർണറായിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പോഴാണ്, അതായത് വയൽക്കാടും പോട്ടെ റീയൂണിയൻ ടൈമിൽ അവളെ ആക്രമിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് വളരെയധികം വിഷമം തോന്നിയത്. ഞാൻ ഈ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അനീഷ് ആണെങ്കിലും അനുമോൾ ആണെങ്കിലും രണ്ടും അറ്റാക്ക് ഫേക്ക് ആണ്. രണ്ടും മുംബൈ അനീഷിന്റെ വീഡിയോ കത്ത് പറഞ്ഞിട്ടുണ്ട് ചക്കിക്കൊത്ത ശങ്കരൻ, രണ്ടും കണക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് അനുമോളുടെയും ഒക്കെ റിയൽ ഫേസ്. അപ്പൊ അനുമോളോട് പറയാനുള്ളത് ചെയ്താൽ ചെയ്തതാണെന്ന് തന്റെ അടുത്തോടെ പറയാൻ പഠിക്കണം, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് ഉറച്ചു നിൽക്കാനും പഠിക്കണം. അപ്പം നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയത് എന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.